ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ഐശ്വര്യ ഫ്രം പാലക്കാട്. ഇന്ന് നമ്മൾ ലുലു മോൾ ഷോപ്പിങ്ങിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കാണാൻ പോണത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഷോപ്പിങ്ങിന് പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ ഒന്നിച്ച് നിങ്ങളെ കാണിക്കാമെന്ന്. ഈ കാണുന്നത് ലാസ്റ്റ് വീക്കത്തെ വീഡിയോ ആണ്. ലാസ്റ്റ് വീക്ക് ഞാനും അമ്മയും രതി ആൻറ്റിയും കൂടെ പോയ ഷോപ്പിംഗ് വീഡിയോ ആണിത്. മാസത്തിലിടയ്ക്ക് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ലുലുലൊന്നും പോയിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. ആദ്യം നമ്മൾ പോയത് ലുലു കണക്റ്റിലാണ്. എൻ്റെ ചാർജറിന് ഒരു ഡാറ്റ കേബിൾ നീക്കാം. കാരണം പഴയ ചാർജറിൻ്റെ കേബിളിൻ്റെ സൈഡൊന്ന് പൊട്ടി. പിന്നൊരു കാര്യം കൂടെ നോക്കി, ഐഫോണിൽ നിന്ന് സാധാ ഫോണിലേക്ക് ഫോട്ടോസ് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ കേബിൾ, അത് പക്ഷേ അവിടെ ഇല്ല. ഒരു പോസ് തന്നെ ഒരു 10-15 പ്രാവശ്യം എടുക്കണോട്ട് ഫോൺ ഫുള്ളാണ്. പിന്നൊരു വഴി ഉണ്ടായിരുന്നില്ല, വേറെ എവിടെയെങ്കിലും അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ചാർജറിൻ്റെ ഡാറ്റ കേബിൾ മാത്രം വാങ്ങിച്ചു. പിന്നെ ബാഗ് സെക്ഷനിലേക്ക് എത്തി. എത്ര ഹാൻഡ് ബാഗ്സും സൈഡ് ബാഗ്സും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സെക്ഷൻ എത്തിയാൽ കൈ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ അങ്ങനെ പരതിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്രാവശ്യം പ്രവീണേട്ടൻ ഖത്തറിൽ 3-4 ബാഗ് വാങ്ങിച്ചു വെച്ചോണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ആ ഭാഗത്തുനിന്ന് അത് വാങ്ങിക്കാതെ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോയി. അങ്ങനെ ഈ സെക്ഷനിൽ കുറേ തിരഞ്ഞപ്പോൾ ഒരു ന്യൂ മോഡൽ വള കണ്ടു. എവിടെയും അങ്ങനെ കാണാത്തൊരു ഡിസൈൻ. കുറേ സൈസ് നോക്കി അവസാനം ഒന്ന് കിട്ടി. 2.8 വേണേ എനിക്കും രതിയണ്ടിക്കും. എനിക്കാണെങ്കിൽ 2.6 കിട്ടി. ഞാൻ എങ്ങനെയൊക്കെ കൊള്ളിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോയി. അവിടുന്ന് ഓരോ കോഫിയും ഇവർ വടയൊക്കെ വാങ്ങിച്ചു. ഞാനാണെച്ചാൽ ലുലുവിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ വെച്ചിട്ട് വയറിനെ ഇപ്പം തന്നെ ഫില്ലാക്കണ്ട വിചാരിച്ചു. ഇവിടുത്തെ കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. സ്നാക്സും അതെ, അമ്മയുടെ നിന്ന് നൈസായിട്ടൊരു കഷ്ണം വാങ്ങിച്ചു കഴിച്ചു. ഇനി നമുക്ക് ചെറിയ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോസ് കാണാം കേട്ടോ. അമ്മ ആസ് യൂഷ്വൽ നമ്മുടെ പച്ചക്കറി ഭാഗത്തേക്ക് ഓടി. എനിക്കിവിടുന്ന് ഡേറ്റ്സ് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്രാവശ്യം ഈദ് പ്രമാണിച്ച് ഡേറ്റ് ഫെസ്റ്റും ഉണ്ടായിരുന്നു. നല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ തിരക്കേടില്ലാത്തൊരു സെറ്റ് നമ്മൾ 2 പേരും എടുത്തു. ഞാനും രതിയേണ്ടി വാങ്ങിച്ചു. അപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ അവിടെ നിന്ന് എന്നത്തെയും പോലെ ചിക്കൻ പ്രിയാസോ സോഫ്റ്റ് റോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു കോഫിയും കൂടെ വാങ്ങിച്ച് ഒരു സമാധാനമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഡൈനിങ്ങിൽ പോയി കഴിച്ചു. ഇനി രാത്രിയിലേക്കുള്ള ഫുഡ് വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്തൊക്കെ വാങ്ങിക്കണം, ഏത് വാങ്ങിക്കണം. അവിടെ പോയ ആകെ കൺഫ്യൂഷനായിരിക്കും, ഏതാ വാങ്ങിക്കുക എന്നുള്ളത്. കുറേ തിരഞ്ഞ് പിന്നെ ഒന്നിലേക്ക് എത്തും. ഒന്നല്ല, ഒരു 3-4 സാധനത്തിലേക്ക് എത്തും.
കുട്ടി കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്യാൻ എത്തി കേട്ടോ. വീഡിയോ വീഡിയോ ആണ് വീഡിയോ. ഹായ് വികാരമില്ലാത്ത മാങ്ങ. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെയാണ്, അമ്മ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഒരു വികാരം ഉണ്ടാവില്ല. അതാ രതി ആൻറ്റി അമ്മയെ കളിയാക്കിയത്. ഇത് മുഴുവൻ കഴിഞ്ഞ ആഴ്ചത്തെ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ പുതിയ ഷോപ്പിംഗ് കാണാം. ഷോപ്പിംഗ് AC ഷോപ്പിംഗ്. നമ്മൾ ലുലു മോളിൽ വന്നിരിക്കുകയാണ്. ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ കാണിക്കാം. അപ്പോൾ ഈ ആഴ്ച എന്തിനാണ് നമ്മൾ വന്നതെന്ന് മനസ്സിലായിണ്ടാവില്ലേ? എന്താ ചൂടല്ലേ, പാലക്കാട് ചൂട് പിന്നെ സഹിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ AC വാങ്ങിക്കാൻ വന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്തത് ലോയിഡിൻ്റെ 3 സ്റ്റാർ AC ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ ചൂടുകാലം തീരെ സഹിക്കാൻ പറ്റില്ല. ഓരോ അസുഖങ്ങൾ വരും ചൂടുകാലത്ത്, നീരിറങ്ങിയിട്ടൊക്കെ. തണുപ്പ് ഞാൻ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും, ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഈ ചേട്ടൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ ആ AC ഇങ്ങോട്ട് ഫിക്സ് ചെയ്തു. ആൾ കാണിച്ചു തരികയാണ് അതിൻ്റെ മോഡൽ. എന്നിട്ട് നമ്മൾ ബില്ലിങ്ങൊക്കെ ചെയ്തു. AC പിറ്റേ ദിവസമേ വരുള്ളൂ. AC ലുലുക്കാരെ എത്തിച്ചു തരും, പക്ഷെ നമ്മളതിൻ്റെ ഇൻസ്റ്റലേഷൻ വന്നിട്ട് ലോയിഡിൻ്റെ കമ്പനിക്കാരനെ വരും. അങ്ങനെ നമ്മൾ ബില്ലിങ്ങൊക്കെ ചെയ്തു. ബില്ലിങ് ചെയ്തിട്ട് നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫെഡറൽ കാർഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫെഡറൽ ബാങ്കിന് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 4000 റുപ്പീസിൻ്റെ ഷോപ്പിംഗ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് താഴെ പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നമ്മൾ സാധനങ്ങൾക്ക് പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി 4000 റുപ്യ ഷോപ്പിംഗ് ഗിഫ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ ഷോപ്പിങ്ങിലേക്ക് പോവാണ് കേട്ടോ. ഇപ്രാവശ്യം തിരക്കേടില്ലാത്ത ഓഫേഴ്സ് ഉണ്ടായിരുന്നു. മാർച്ച് 7 തൊട്ട് 10 വരെ 50% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാർച്ച് 10 ഇത് കാണിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഡേ ആയിരുന്നു. 50% ഓഫേഴ്സ് എന്തിലൊക്കെയോ ഉണ്ടായിരുന്നു. ചില സാധനങ്ങളൊക്കെ വർത്തായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ കുറച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണാൻ പോണത്. ഇപ്രാവശ്യം ഞാൻ ഡേറ്റ്സ് കിട്ടില്ല കേട്ടോ.
പിന്നെ എനിക്ക് ഈ നീളം പച്ചമുളക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ ഉപ്പേരിയിലും അതേപോലെ തന്നെ ഈ തൈരുമുളക് കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത്യാവശ്യം എടുത്തിട്ടു കൊണ്ടാട്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബജ്ജിമുളക് മീൻകറി വെച്ചാൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ റെസിപ്പിയാണ്. പിന്നെ പയർ, അങ്ങനത്തെ സാധനങ്ങൾ. പയറിനോടൊക്കെ ഭയങ്കര സ്നേഹം. പച്ചക്കറികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും കഴിക്കും ഉപ്പേരി. ചോറിനേക്കാളും ഞാൻ ഉപ്പേരി കഴിക്കാം. എനിക്ക് അത്ര ഇഷ്ടമാണ് ഉപ്പേരികൾ. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പച്ചക്കറിയൊക്കെ എടുത്തു. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ സ്നാക്സ് സൈഡ് പോയി കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ എന്നത്തെയും പോലെ വിശപ്പ് സഹിക്കാൻ വയ്യ. എപ്പോഴും വാങ്ങിക്കണം ആ ചിക്കൻ പ്രിയാസോ സോഫ്റ്റ് റോൾ ഉണ്ടല്ലോ, അതും കോഫിയും. അത് മെയിനാണ്. അത് വാങ്ങിക്കാൻ പോയി. പിന്നെ ഒരു സ്പെഷ്യൽ ക്രൊസോണ്ട് കണ്ടു, കുനാഫ ഹേസൽനട്ട് വെച്ചിട്ട്. അതും കൂടെ പാർസൽ വന്നു. സോഫ്റ്റ് റോള് കഴിക്കാനും കുനാഫ പാർസലും. അതാണ് ഈ ബോക്സ്. ഇനി നേരെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ ബില്ല് ചെയ്തു. നമ്മൾ കഴിക്കാൻ പോയി. ഒരു കോഫിയും കൂടെ പറഞ്ഞു. ഞാനൊരു വലിയ ഫുഡിയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്ന ആളാണ് ഞാൻ. ഈ പോസിങ്ങൊക്കെ അമ്മയെ കൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. അമ്മ ഒരിക്കലും പോസ് ചെയ്യാത്ത ഒരാളാണ്. പിന്നെ രാത്രിക്കുള്ള ഫുഡ് അത് മസ്റ്റാണല്ലോ ഇവിടെ വന്നാൽ. അത് തിരയാൻ പോയി.
ഫുഡ് തിരയുമ്പോൾ ഒരു സാധനം കണ്ണപ്പെട്ടത് നോൾട്ടയുടെ 4 പീസ് സെറ്റ് 50% ഓഫ്. സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ. ഗ്രാനൈറ്റിൻ്റെ പാൻ സെറ്റാണ് 50% ഓഫിന് ഒരു വർത്തായിട്ട് തോന്നി. അപ്പോൾ അതും വാങ്ങിച്ചു. കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിച്ചു. ഇപ്രാവശ്യം രതി ആൻറ്റിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ രതി ആൻറ്റിക്കുള്ള 2-3 ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ഐസ്ക്രീമിന് 50% ഓഫ് ഉണ്ടായിരുന്നു ഫാമിലി പാക്കിന്. അപ്പോൾ ഞാനൊരു ബട്ടർ സ്കോച്ച് ഫ്ലേവർ എടുത്തു.
ഷോപ്പിംഗ് മാമാങ്കൊക്കെ കഴിഞ്ഞ് ഞാൻ ബില്ലിങ്ങിന് പോവാണ്. എല്ലാം കഴിയുമ്പോഴേക്ക് ഇത് അടുത്തൊരു ഷോപ്പിംഗ് ഗിഫ്റ്റ്, 1000 റുപ്പീസിൻ്റെ വൗച്ചർ. ഇടയ്ക്കിടയ്ക്ക് ലുലുവിൽ ഷോപ്പ് ചെയ്യണോണ്ട് എനിക്ക് പോയിൻറ്റ്സ് കയറിയതാ. അത് റിഡീം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എനിക്ക് അന്ന് തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധം. അപ്പോൾ വേഗം ഞാൻ അമ്മേനെയും കൂട്ടി ഒന്നും കൂടെ ഉള്ളിൽ കയറി. മറ്റേ സിനിമയുണ്ടല്ലോ CID മൂസ, അതിൽ ബിന്ദു പണിക്കർ എല്ലായിടത്തും ഓടില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്തൊക്കെ എടുക്കണം ഏതെടുക്കണം എന്നറിയാതെ 2-3 സാധനങ്ങൾ മാത്രം എടുത്തു, ബില്ലടിച്ചു. കാശ് കൊടുക്കേണ്ടി വന്നില്ല, കാരണം ഷോപ്പിംഗ് ഗിഫ്റ്റാണല്ലോ, വൗച്ചറാണല്ലോ. ഇപ്രാവശ്യം ശരിക്കും ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ ഇറങ്ങിയതും നല്ല തണുപ്പുള്ള എന്തെങ്കിലും വേണമെന്ന്. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ആൻറ്റി എങ്കിലും കോൾഡ് കോഫി കുടിക്കണുണ്ട്. വേഗം പോയി കോൾഡ് കോഫി ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ അമ്മ ചോദിക്കുക, ഐശ്വര്യ നിൻ്റെ കൂടെ കൂടിയാൽ ഞാനും വ്ളോഗറാണെന്ന് ആൾക്കാർ കളിയാക്കുമെന്ന്. എന്താലേ, അമ്മയെ കൊണ്ട് കഷ്ടപ്പെട്ടൊരു ബായൊക്കെ കാണിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ കൂടെ നിന്നിരുന്ന അമ്മ ഒരു എനിവേ നമ്മുടെ ലുലു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി പിറ്റേ ദിവസം, അതായത് മാർച്ച് 11, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. AC ഫിറ്റ് ചെയ്യാൻ ആൾക്കാർ വരാം. നെക്സ്റ്റ് ഡേ ലുലുക്കാർ AC ഡെലിവർ ചെയ്തു. ലോയിഡ് കമ്പനിക്കാർ വന്ന് അത് ഇൻസ്റ്റാളും ചെയ്തു. AC കിട്ടി, സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിലെവിടെയോ ഭയങ്കര വിങ്ങലും സങ്കടമൊക്കെ. കാരണം 16-17 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ മരിക്കണ മുമ്പ് അച്ഛൻ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആയ സമയത്ത് അച്ഛയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു AC വേണമെന്ന്. കാരണം ഡയാലിസിസ് പേഷ്യൻസിന് ചൂട് താങ്ങാൻ പറ്റില്ല, അവരുടെ ബോഡി ഭയങ്കര ഹീറ്റായിരിക്കും. അപ്പോൾ അച്ഛയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ചൂട്. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അത് വേണമെന്ന്. പക്ഷേ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും നമ്മുടെ കയ്യിൽ കാശ് കുറവായതുകൊണ്ടും ആ സമയത്ത് AC വാങ്ങിക്കാൻ പറ്റിയില്ല. അമ്മയ്ക്കത് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടെ ഒരു കൂളർ വാങ്ങിച്ചു. അത് അച്ഛന് ഭയങ്കര ആശ്വാസമായിരുന്നു. എങ്കിലും അച്ഛൻ്റെ ആഗ്രഹം നടക്കാത്തതിൽ ഇന്ന് ഈ ഒരു 17 കൊല്ലങ്ങൾക്കിപ്പുറം എനിക്കൊരു വിങ്ങലുണ്ട്. ഒരു പക്ഷേ എൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ടാവും. ഇത് കേൾക്കണവർക്ക് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷേ അച്ഛനെ സ്നേഹിക്കുന്ന മകൾക്ക് ഇതൊക്കെ വലിയ കാര്യമാണ്, ഒരു വിങ്ങലുമാണ്. എൻ്റെ അച്ഛൻ എവിടെയെങ്കിലും ഇരുന്ന് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് ഞാനും എൻ്റെ അമ്മയും പ്രതീക്ഷിക്കുന്നു. അപ്പം ശരി കേട്ടോ, ബൈ, പിന്നെ കാണാം.